ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ PSC ചെയർമാനിലേക്ക് അന്വേഷണം. CPM അനുകൂല സർവീസ് സംഘടനാ നേതാവിന് ചട്ടങ്ങൾ മറികടന്ന് മാർക്ക് നൽകിയതിൽ ചെയർമാൻ MR ബൈജു ഉൾപ്പെടെയുള്ള 3-അംഗ സമിതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. അഭിമുഖത്തിന് PSC ചെയർമാനോടൊപ്പം ഇരുന്ന 2 അംഗങ്ങളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പരീക്ഷാ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിക്കായി ക്രൈംബ്രാഞ്ച് വീണ്ടും PSCയെ സമീപിക്കും. ഇടത് സർവീസ് സംഘടനാ നേതാവ് അരുൺ ജെ പ്രതാപിന് നിയമനം നൽകിയതിലാണ് PSC ചെയർമാനിലേക്ക് അന്വേഷണം. CPM നിയമിച്ച PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവും 2 അംഗങ്ങളും ചേർന്നാണ് അഭിമുഖം നടത്തിയത്. 58 മാർക്കിന് തുല്യമായ 10 ചോദ്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയായിരുന്നു അഭിമുഖം. അരുണിനെ സഹായിക്കാൻ മൂല്യനിർണ്ണയം അട്ടിമറിച്ചതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. നിയമനത്തിൽ PSC ചെയർമാൻ MR ബൈജുവിന്റെ പങ്കാളിത്തം നടന്നതായി ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. ഉത്തരക്കടലാസുകൾ ചട്ടവിരുദ്ധമായി ചെയർമാൻ പരിശോധിച്ചതായാണ് നിഗമനം. ചെയർമാന്റെ മൊഴി രേഖപ്പെടുത്തുവാനുള്ള വിശദമായ അന്വേഷണത്തിനാണ് SIT തയ്യാറെടുക്കുന്നത്. അഭിമുഖത്തിൽ PSC ചെയർമാനോടൊപ്പം ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടനുണ്ടാകും. ഇന്നോ നാളെയോ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് വീണ്ടും PSC ആസ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. പരീക്ഷാ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിക്കായാണ് അന്വേഷണ സംഘം വീണ്ടും PSC ആസ്ഥാനത്ത് എത്തുക. ആലപ്പുഴ സ്വദേശി VS ജയലാൽ നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചത്. മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടന്നില്ലായിരുന്നെങ്കിൽ 1-ാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് റാങ്ക് പട്ടികയിൽ പോലും ഇടം ലഭിക്കില്ലായിരുന്നുവെന്ന് SIT കണ്ടെത്തി. ഇതോടെയാണ് അന്വേഷണം PSC ചെയർമാനിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും വ്യാപിച്ചത്. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ 1-ാം റാങ്കുകാരൻ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയില്ല. റാങ്ക് പട്ടികയിൽ പോലും ഇടം ലഭിക്കാത്ത വിധം പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്ക് നേടിയ അരുണിന് 1-ാം റാങ്ക് ലഭിക്കാൻ ആസൂത്രിതമായ ക്രമക്കേട് നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ജനം, തിരുവനന്തപുരം.